ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ കുടുംബത്തിൻ്റെയും തിരുവോണ ദിനാശംസകൾ. അപ്പോൾ പൂക്കളത്ത് കുഞ്ഞൊരു പൂക്കളായിരുന്നു, വലിയ ആർഭാടമൊന്നുമില്ലാത്ത പൂക്കളം. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ തലേദിവസം തന്നെ പച്ചക്കറി നമ്മൾ കറിക്കുള്ള സാധനങ്ങൾ പച്ചക്കറികളെല്ലാം മൊത്തം അരിഞ്ഞ് പെറുക്കി വെക്കും. കാരണം ആ പിറ്റേ ദിവസം തിരുവോണത്തിൻ്റെ അന്ന് ആകുമ്പോഴേക്കും നമ്മൾ ഇന്നാകുമ്പോഴേക്കും അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഫുഡൊക്കെ ഉണ്ടാക്കാൻ. അതിനുള്ള കുട്ടൂസിനും കുഞ്ഞൂസൊന്നും ഒരു ഒറ്റ ഉറക്കമില്ല കേട്ടോ. 10-12 മണി എങ്ങാണ്ടായി നമ്മളിത് അരിഞ്ഞ് വെക്കണ സമയത്ത്. അപ്പോൾ അവർക്ക് ഉറക്കം വരുന്നുണ്ട്. ഞാൻ വേഗം പോയി അവരെ കിടത്തി ഉറക്കുകയും ചെയ്തു. കുഞ്ഞൂസൊക്കെ നിൽക്കണുണ്ട്, ഉറക്കമൊന്നുമില്ല അവർക്ക്. അപ്പോൾ അങ്ങനെ രാവിലെ ഞാൻ കുറച്ച് 8:30 ആയി എഴുന്നേറ്റപ്പോൾ, കാരണം ഒത്തിരി ലേറ്റായി ഉറങ്ങിയപ്പോൾ കണ്ണൊക്കെ കണ്ടു ഭയങ്കര ചീർത്തിരിക്കുന്ന പോലെ, ഉറക്കം ശരിയാവാഞ്ഞിട്ടാണ്. അപ്പോൾ അമ്മ പറഞ്ഞു വേഗം പോയി നീ കുളിച്ചു പോരുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അമ്മ ചോറിനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് കറിക്കുള്ളതൊക്കെ തുടങ്ങി വെക്കുമായിരുന്നു. കുട്ടൂസ് ഭയങ്കര ഉറക്കമാണ്, അവന് എഴുന്നേറ്റില്ല, ഒത്തിരി ലേറ്റ് ആയിട്ടാണല്ലോ കിടന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇന്നലെ തേങ്ങയൊന്നും നമ്മൾ പൊതിച്ച് വെച്ചില്ലായിരുന്നു, ചിരണ്ടി വെച്ചില്ലായിരുന്നു. അതൊക്കെ നമ്മൾ സാധാരണ തിരുവോണത്തിൻ്റെ അന്ന് രാവിലെ അത് ചെയ്യത്തുള്ളൂ. പച്ചക്കറി മാത്രം നമ്മൾ അരിഞ്ഞ് വെക്കത്തുള്ളൂ, വേറെ ഒരു സാധനം നമ്മൾ തലേദിവസം ഉണ്ടാക്കി വെക്കില്ല. ഫ്രഷ് ആയിട്ടെല്ലാം ഉണ്ടാക്കലാണ് പതിവ്. അപ്പോൾ ഞങ്ങൾ സാധാരണ നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ എന്നും എല്ലാ തിരുവോണമൊക്കെ ആകുമ്പോൾ എല്ലാ ഓണത്തിനും ഞങ്ങൾ 3:30-4 മണി ആവും ഞങ്ങൾ ഫുഡ് കഴിക്കുക. എല്ലാവരും ഫുഡ് കഴിച്ച് നമ്മൾ റിലേറ്റീവ്സൊക്കെ വീഡിയോ കോൾ ചെയ്യുന്ന സമയത്തായിരിക്കും നമ്മൾ ഫുഡ് കഴിക്കാൻ തുടങ്ങുക. അപ്പോൾ നമ്മളിന്ന് വിചാരിച്ച് ഇത്താണ് നമ്മൾ കുറച്ച് നേരത്തെ ഫുഡ് ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് വേഗം പണിയൊക്കെ തുടങ്ങി. അപ്പോൾ ഞാൻ തേങ്ങയൊക്കെ കുറച്ചധികം പൊതിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പൊതിച്ചെടുത്തു. അപ്പോൾ കുഞ്ഞൂസ് എഴുന്നേറ്റ് വന്നായിരുന്നു കേട്ടോ. അവനെ എനിക്ക് വീഡിയോ ഒക്കെ എടുത്തിരുന്നു. അതാണ് എന്നെ കാണുന്നില്ല, മൊത്തത്തിൽ തേങ്ങയും പാരയൊക്കെ കാണുന്നുള്ളൂ. അപ്പോൾ അമ്മ അകത്തിരുന്ന് ഇങ്ങനെ പറയുന്നുണ്ട്, മോനെ നീ ആ അമ്മേനെയും കൂടെ കൂട്ടിയെടുക്കുന്നത്. എവിടെ അവന് കുഞ്ഞല്ല, അവൻ അറിയത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ തേങ്ങയൊക്കെ ഏകദേശം പൊതിച്ച് കഴിയാറായി. അപ്പോൾ കുഞ്ഞൂസ് ഇങ്ങനെ പറയുന്നുണ്ട്, അമ്മ എനിക്ക് തേങ്ങ പൊട്ടിച്ച് വെള്ളം വേണം. അപ്പോൾ ഞാൻ തേങ്ങയൊക്കെ പൊട്ടിച്ച് വെള്ളമൊക്കെ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് വീട്ടിലുള്ള തേങ്ങ തന്നെയാണ് കേട്ടോ. ഇവിടെ അത്യാവശ്യം 6-7 തെങ്ങുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടാവശ്യത്തിനൊക്കെ ഇവിടെ നിന്ന് തന്നെ നമുക്ക് തേങ്ങ കിട്ടും. അങ്ങനെ ഞാൻ പൊതിക്കുവാണ്. ചേട്ടായൊന്നും എഴുന്നേറ്റിട്ടില്ല. ഇത്തവണ വീട്ടിലോട്ടൊന്നും പോകുന്നില്ല, കാരണം അനിയത്തി അമ്മയൊക്കെ ബാംഗ്ലൂരാണ്. അവൾക്ക് ഇൻറ്റേൺഷിപ്പായിട്ട് അവൾ ഹോട്ടൽ മാനേജ്മെൻ്റ് ആണ് പഠിക്കുന്നത്, BSc ഹോട്ടൽ മാനേജ്മെൻറ്റ് AJK കോളേജ് കോയമ്പത്തൂർ. അപ്പോൾ അവൾ അവിടെയാണ്. അപ്പോൾ അമ്മ അവിടെ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി അമ്മ അങ്ങോട്ട് പോയപ്പോൾ അവിടെയാണ്, അച്ഛൻ മാത്രമേ ഉള്ളൂ വീട്ടിൽ. അതുകൊണ്ട് ഇത്തവണ ഞാൻ വിചാരിച്ചു അങ്ങോട്ട് പോകണ്ടാന്ന്. പിന്നെ ചേട്ടനും വൈഫൊക്കെ ഉണ്ട്, അവരൊന്നും വലിയ സെലിബ്രേഷനില്ല, അമ്മയൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർക്കും വലിയ സെലിബ്രേഷനൊന്നുമില്ല. എല്ലാവരും ഉള്ളപ്പോഴല്ലേ ഒരു സന്തോഷം. അത് അമ്മയൊന്നും ഇല്ലാത്തതുകൊണ്ട് ആരും വലിയ ആഘോഷങ്ങളൊന്നുമില്ല. പിന്നെ ഞാൻ ഇനിയിപ്പോൾ മോന് മുട്ട അടിക്കാനുണ്ട്, നമുക്ക് കുഞ്ഞിന് നേർച്ചയുള്ളതായിരുന്നു. അപ്പോൾ അതിന് പോകണം. അപ്പോൾ പിന്നെ പോകാമല്ലോ എന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഞാൻ ഇത്തവണ വീട്ടിലേക്കൊന്നും പോയില്ല. ഓണം ഇവിടെ തന്നെ ഇരുന്ന് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സ്കൂൾ തുറക്കുന്നതിന് മുന്നേ നമുക്ക് പോകണം പഴനിക്ക്. അപ്പം തലേന്ന് മുട്ട അടിക്കണം. ചേട്ടായും കുട്ടൂസും കുഞ്ഞൂസും എല്ലാവരും മുട്ടയടിയാണ്. അയ്യോ, എൻ്റെ തേങ്ങ പോലും ഇനിയും കഴിഞ്ഞില്ല, കാരണം അത്രയും തേങ്ങ നമ്മളൊരു അറിയണം എന്തായാലും നമുക്ക് വേണമല്ലോ. എല്ലാ കറികൾക്കും എന്തായാലും ഒരു തേങ്ങ ആവശ്യമാണ്. ഒരു തേങ്ങയല്ല, ഇച്ചിരി തേങ്ങ ആവശ്യമാണ്. ആ ഒരു 10-16 കൂട്ടം കറിയാണ് മനസ്സിൽ ഇങ്ങനെ വെച്ചേക്കുന്നത്. നമ്മൾ സാധാരണ തിരുവോണത്തിൻ്റെ അന്ന് രാവിലെ നമുക്കൊരു ഐഡിയ ഉണ്ടാവും. ആ ഐഡിയയിൽ ഒരു 4-5 കൂട്ടം കറിയേ ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മളത് ചെയ്തു വരുമ്പോൾ 10-16 കൂട്ടമാവും. അങ്ങനെ കുഞ്ഞിന് തേങ്ങ വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോൾ അവനെ ഞാൻ പൊട്ടിക്കുന്ന വീഡിയോ അവൻ എനിക്ക് എടുത്തു തരുവാ കേട്ടോ. ഫസ്റ്റ് വീഡിയോ എടുത്ത് അവനെ പൊട്ടിക്കുന്നത് കാണിച്ചില്ല, അവൻ മറന്നുപോയ വീഡിയോ ഓണാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ വേഗം ഞാൻ അവനുള്ള തേങ്ങ പൊടിച്ച് അവന് വെള്ളം കൊടുക്കുവാണ്. അപ്പോൾ കുട്ടൂസ് അപ്പോഴും എഴുന്നേറ്റ് വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുന്നു, എൻ്റെ കുട്ടുമണി എന്താ എഴുന്നേറ്റൊന്നും വരാത്തേന്ന്. അങ്ങനെ അവന് ഞാൻ പൊട്ടിച്ച് വെള്ളമൊക്കെ കൊടുത്തു. അവൻ സൂപ്പറാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തേങ്ങ ചിരണ്ടാൻ തുടങ്ങി. ഒത്തിരി ചിരണ്ടണം. എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് ഈ തേങ്ങ ചിരണ്ടൽ. അങ്ങനെ കുട്ടൂസിനെ എഴുന്നേറ്റ് എല്ലാവരെയും ഞാൻ കുളിപ്പിച്ചു കേട്ടോ. 2 പേരെയും ഞാൻ കുളിപ്പിച്ച് സുന്ദരനാക്കി. ഇത് അമ്മ എടുത്തു കൊടുത്ത ഡ്രസ്സായിട്ട് 2 പേർക്കും ഒരേപോലെ എടുത്തു കൊടുത്തു. അതെന്തായാലും വേണം, കാരണം എന്താ പറയുക, തമ്മിലടി ഉണ്ടാവും, എപ്പോഴും തമ്മിലടി ഉണ്ടാവും. ഒരേപോലത്തെ അല്ലെങ്കിൽ കളറിൽ വ്യത്യാസം എപ്പോഴും തമ്മിലടിയാണ്. അപ്പം ഞാൻ കുളിപ്പിച്ച് ചന്ദനമൊക്കെ തൊടിയിപ്പിച്ച് അവരെ ഞാൻ പുറത്ത് കളിക്കാൻ വിട്ടു. കുറച്ച് നേരം കളിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഇവരൊക്കെ ഇങ്ങനെ നടക്കുന്നതാണ് എനിക്ക് എൻ്റെ പണ്ടത്തെ ആ ലൈഫാണ് എനിക്ക് ഓർമ്മ വരിക. കാരണം നമ്മൾ വീട്ടിലിരിക്കുന്ന സമയത്ത് പണിയൊന്നുമില്ല. ഇപ്പം തന്നെ നമുക്ക് മക്കളായി, ഞാനൊരു ഭാര്യയായി, അങ്ങനെ വരുമ്പോൾ നമുക്ക് വീട്ടിലെ കാര്യങ്ങൾ, ഇപ്പോൾ ഓണമൊക്കെ വരുമ്പോൾ നമ്മളതായ ഒരു ഫ്രീഡം ഉണ്ടാവില്ലല്ലോ. നമ്മളെല്ലാ കാര്യത്തിലും നമ്മൾ ഫുഡ് ഉണ്ടാക്കാനാണെങ്കിലും അടിച്ച് തൊഴിച്ച് എല്ലാം ചെയ്യാനാണെങ്കിലും നമ്മളതിന് കൂടണമല്ലോ. അതിൻ്റെ ഇടയിൽ ചേട്ടൻ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന കേട്ടോ. അവിടെ ചപ്പും ചവറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു വാരി കത്തിക്കുവാണ്. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ അവിയൽ റെഡിയായി. പിന്നെ കൂട്ടുകാർക്കുള്ളത് വേവിച്ച് വെച്ചു. കൂട്ടുകാർക്കുള്ള അരപ്പ് റെഡിയാക്കുകയാണ്. പിന്നെ ഓല റെഡി ആയിട്ടോ.
അതിൻ്റെ ഇടയിൽ ഞാൻ പുറത്തേക്ക് പിന്നെ പച്ചടി റെഡിയായി. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ പിള്ളേർ രണ്ടുപേരും മണ്ണിലൊക്കെ കളിയായി. പിന്നെ കാബേജ് തോരനായി, സാമ്പാറിനുള്ള പച്ചക്കറികൾ വെന്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കാബേജ് തോരനുള്ളതാണ് കേട്ടോ. പിന്നെ നമ്മളെ സാമ്പാറിനുള്ളതായി, പച്ചടിയായി, ബീട്രൂട്ട് പച്ചടിക്കുള്ളത്. അതിൻ്റെ ഇടയിൽ എനിക്ക് ചിക്കൻ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ചിക്കന് സാധാരണ ഞങ്ങൾ ഓണത്തിനൊക്കെ ചിക്കനൊക്കെ വാങ്ങാറുണ്ട്. അപ്പോൾ കുറച്ച് ചിക്കൻ വാങ്ങിയപ്പോൾ അതിൽ കുറച്ച് കറിയും വെക്കാൻ വറുക്കാമെന്ന് വിചാരിച്ചു. കാരണം ചില സ്ഥലങ്ങളിൽ നമ്മൾ ഓണത്തിന് ചിക്കനും മീനും എല്ലാം എടുക്കും. നമ്മൾ മീനൊന്നും എടുത്തില്ല, നമ്മൾ ചിക്കൻ മാത്രം എടുത്തു. അതിൻ്റെ ഇടയിൽ കാബേജ് തോരനായി, ഏകദേശം കറികളൊക്കെ ആയി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കറി വെക്കാനുള്ള ചിക്കൻ ഞാൻ കുറച്ച് മാറ്റി വെച്ചിരുന്നു. അപ്പോൾ അത് കറിയാക്കുക. ഇത് വന്നിട്ട് ഇഞ്ചിപ്പുളിക്ക് അമ്മ റെഡിയാക്കുന്ന കേട്ടോ. എല്ലാം വേഗമാണ്, വൃത്തികേടായിട്ട് കിടക്കുകയാണ്. കാരണം നമ്മൾ തിരക്ക് പിടിച്ച് ചെയ്യണം. അതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞില്ല, എല്ലാം ഫ്രഷ് ആയിട്ട് അന്നത്തെ ദിവസം ചെയ്യുള്ളൂ. അതുകൊണ്ട് നാരങ്ങ ഞാൻ അപ്പം അച്ചാറുണ്ടാക്കുന്ന കേട്ടോ. ടേസ്റ്റ് ഉണ്ടാവും, നമ്മൾ അതുപോലെ ഉണ്ടാക്കുക. പിന്നെ നമ്മൾ ചിക്കൻ വറുത്തായി, കറിയായി. നമ്മൾ നെയ്യ് ഒഴിച്ച് പരിപ്പ് കറി കൂട്ടിയിട്ടാണല്ലോ ആദ്യത്തെ സദ്യ നമ്മൾ കഴിക്കുക, ചോറ് വായിലേക്ക് വെക്കുന്നത്. അപ്പം എനിക്കത് വേണം നമ്മളോട് നിർബന്ധം പറഞ്ഞു. അതിൻ്റെ ഇടയിൽ പായസത്തിനുള്ള പാല് തിളച്ചുകൊണ്ടിരിക്കുക. ആ പാലട അടപ്രഥമൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ അമ്മ ചിക്കൻ വറുത്തുകൊണ്ടിരിക്കുക. അമ്മ ഭയങ്കര പണിയായിട്ട്, ഞാൻ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കും. കറി വെക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നൊക്കെ അമ്മയാണ്, ഞാൻ സൈഡിലൂടെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തു കൊടുക്കും. അതിനുള്ള ചേട്ടയും പോയിട്ട് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. കാരണം പിള്ളേർക്ക് വിശക്കാൻ തുടങ്ങി 1:30 ആയി കേട്ടോ രാവിലെ. അത് ഞാൻ ഇച്ചിരിയൊക്കെ ഇത് കഴിച്ചിട്ടുള്ളൂ. അതിൻ്റെ ഇടയിൽ നാട്ടിൽ നിന്ന് ആലുവയിൽ നിന്ന് അമ്മമാരൊക്കെ വീഡിയോ കോൾ ചെയ്തു. അപ്പോൾ അവരോടൊക്കെ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്ക് നേരിട്ട് കാണാൻ പറ്റില്ല, നല്ലൊരു ദിവസമാണ്, പക്ഷെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും സദ്യയൊക്കെ ആയോ, എന്തൊക്കെ റെഡിയായി എന്നൊക്കെ ചോദിക്കാൻ വേണ്ടി എല്ലാവരും വീഡിയോ കോൾ ചെയ്യണം. അതിൻ്റെ ഇടയിൽ പപ്പടം കൊണ്ടുവന്നു. അപ്പോൾ അതിൻ്റെ പൊടിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ ചുരണ്ടിക്കളയാണ്. കണ്ടോ, അമ്മമാരൊക്കെ വിളിച്ച് പിള്ളേരൊക്കെ കാണാൻ വേണ്ടി പിള്ളേർ പുതിയ ഡ്രസ്സ് ഉണ്ടാക്കിയോ. പിന്നെ അവിടുത്തെ സദ്യയൊക്കെ ഞങ്ങൾക്ക് വീഡിയോ കോളിലൂടെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞങ്ങളും സദ്യ ഉണ്ടാക്കിയതൊക്കെ ഞങ്ങളിങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ എല്ലാം ഓൾമോസ്റ്റ് എല്ലാം റെഡിയായി. ഇവിടെയാണൊക്കെ ഇപ്പോഴും പെൻഡിങ്ങിലായിട്ട് ഇങ്ങനെ പപ്പടം പറക്കാനുണ്ട്, ചിക്കൻ പറക്കാണ്ട്, അങ്ങനെയൊക്കെയുള്ളൊരു പെൻഡിങ്ങിൽ നിൽക്കുന്ന ഇവിടെയായിരുന്നു. പക്ഷെ അവിടെ പിന്നെ അംഗസംഖ്യ കൂടുതലാണ്. എല്ലാ അമ്മാവന്മാരും ആൻറ്റിമാരും ചിറ്റന്മാരും പിള്ളേരെല്ലാവരും ഒന്നിച്ചാണ്. അതുകൊണ്ട് വേഗം ഉണ്ടാക്കി തീരും. ഇവിടെ ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. പിന്നെ എല്ലാ സാധനവും കൊണ്ട് ഞങ്ങൾ ടേബിളിലേക്ക് വെക്കുക. ഇതെന്താണെന്ന് പറയുമോ, ഞങ്ങൾ വീത് വെക്കുക എന്നൊരു പരിപാടിയുണ്ട്. കാരണവന്മാർക്ക് നല്ല ദിവസങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി വീത് വെക്കുക എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ ഓൾമോസ്റ്റ് എല്ലാം ചിക്കൻ കറി, ഓലൻ, തോരൻ, കൂട്ടുകറി, പിന്നെ പച്ചടി, അവിയൽ, പിന്നെ നമ്മുടെ തേങ്ങ അരച്ച് വറുത്തരച്ച് വെച്ച് സാമ്പാർ, ചോറ്, ബീട്രൂട്ട് പച്ചടി, ഇഞ്ചിപ്പുളി, രസം, നമ്മുടെ പരിപ്പ് കറി, നെയ്പ്പരിപ്പ് കേട്ടോ, പിന്നെ ഓലൻ, ചിക്കൻ കറി, ഉപ്പ്, പപ്പടം, അച്ചാർ എല്ലാം ഓൾമോസ്റ്റ് എല്ലാം റെഡിയായി. നമ്മുടെ ചിപ്സ്, കായ് വറുത്തത്, പിന്നെ ഇതെന്താ സംഭവം എനിക്കറിയത്തില്ല, എനിക്ക് ഓർമ്മ കിട്ടില്ല. പിന്നെ എല്ലാ മക്കളെയൊക്കെ ഇരുത്തി ഞങ്ങൾ ചോറുണ്ണാനായിട്ട് അവരൊക്കെ ഇരുന്ന് സന്തോഷത്തോടെ ഇരുന്ന് കഴിക്കുകയാണ്. അവർ അച്ഛൻ്റെ കൂടെ ഇരിക്കുകയാണ്. അച്ഛനും തൊട്ടപ്പുറത്ത് ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടൂസ് ഇരിക്കുന്നുണ്ടോ, അച്ഛൻ ഇങ്ങനെ കാല് ചുരട്ടി വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെ ഇരുന്ന് അച്ഛൻ കഴിക്കണം കണ്ടപ്പോൾ അവനിരുന്ന് കഴിക്കുകയാണ്. അപ്പോൾ അവരിങ്ങനെ കറികളൊക്കെ അത്യാവശ്യം 16 കൂട്ടം കറികളുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോഴാട്ടോ ഒന്ന് ഇരിക്കണത്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കാനും പിള്ളേരെ കാര്യം നോക്കണം, വീട്ടിൽ അമ്മേനെ ഹെൽപ്പും ചെയ്യണം. അപ്പോൾ അതിനിടയിൽ അമ്മ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടാട്ടോ അത്രയും കറികളൊക്കെ ഉണ്ടാക്കാൻ. അപ്പോൾ അവസാനം ഞാനും ചേട്ടായി ഫുഡ് കഴിക്കാൻ ഇറങ്ങി. അമ്മ നിലത്തിരുന്ന് കഴിക്കുക കേട്ടോ. കൊച്ചുങ്ങളുടെ കൂടെയാണ് അമ്മ നിലത്തിരുന്നാണ് കഴിക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും ടേബിളിലിരുന്നു. എനിക്ക് നിലത്തൊന്നും ഇരിക്കാൻ വയ്യായിരുന്നു. അപ്പോൾ ഞാൻ ആസ്വദിച്ച് കഴിക്കുകയാണ്. അവിയൽ, പച്ചടി എല്ലാം എൻ്റെ ഫേവറേറ്റാണ്. എനിക്ക് പച്ചക്കറി ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ എനിക്ക് ചിക്കനും ഭയങ്കര ഇഷ്ടമാണ്. മീനിനോട് എനിക്ക് അത്ര വലിയ താല്പര്യമില്ല, വറുത്തത് മാത്രമേ താല്പര്യമുള്ളൂ. പക്ഷേ എനിക്ക് പച്ചക്കറി ഭയങ്കര ഇഷ്ടമാണ്. നല്ലപോലെ വെച്ചാൽ നല്ലപോലെ ഞാൻ കഴിക്കും. അങ്ങനെ ഞാൻ തുടച്ചെടുത്തു. അതിലേക്ക് ഞാൻ ഇത് എൻ്റെ ഫേവറേറ്റാണ്. കാരണം നമ്മൾ തിന്ന ഇലയിൽ പായസവും പപ്പടവും പഴവും ഒക്കെ ഇട്ടിട്ട് കുഴച്ച് തിന്നുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. എൻ്റെ ഫേവറേറ്റാണ്, അത്രേ ഉള്ളൂ. അപ്പോൾ അതും ഞാൻ കുഴച്ച് നന്നായിട്ട് ആസ്വദിച്ച് തിന്നും. അധികമൊന്നും കഴിക്കില്ല, എന്നാലും എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ഞാൻ ഫുഡ് തന്നെയാണ്. പക്ഷേ ഇഷ്ടമുള്ള സാധനങ്ങൾ മാത്രമേ അധികം തിന്നത്തുള്ളൂ. കണ്ടോ, ഞാൻ എന്നെ കാണുമ്പോൾ തന്നെ ആസ്വദിച്ച് തിന്നാണ്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. ചേട്ടൻ വേഗം വന്ന് വീഡിയോ ഒക്കെ എടുക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഒരു കോമഡി പറഞ്ഞാൽ ഞാൻ നക്കുന്നൊക്കെ ചേട്ടൻ വീഡിയോ എടുത്തു. അപ്പോൾ എനിക്ക് ചിരി വന്നു. അപ്പോൾ അവരൊക്കെ ഗ്ലാസ്സിലൊക്കെ കുടിക്കുള്ളൂ.
അങ്ങനെ ഞങ്ങൾ എന്ത് വിചാരിച്ചെന്ന് പറയുമോ, ഇന്നെന്തായാലും തിരുവോണമല്ലേ, നമുക്ക് വൈകുന്നേരം ഒന്ന് ബീച്ചിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. വലിയ കോഴിക്കോട് ബീച്ചല്ല, ബേപ്പൂർ ബീച്ചിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ബൈക്കൊക്കെ എടുത്തു. കാറ് ഞങ്ങൾ വീട്ടിൽ വെച്ചിട്ടാണ് വന്നത്. അപ്പോൾ ചാച്ചൻ പറഞ്ഞു വെറുതെ പിന്നെ പോയി കാറൊന്നും എടുക്കേണ്ട, നമുക്ക് ബൈക്കിൽ പോകാമെന്ന്. എനിക്ക് ഏറ്റവും കൂടുതൽ ബൈക്കിൽ പോകുന്നതിനോടാണ് താല്പര്യം. കാറിനോട് ലോങ് ട്രിപ്പൊക്കെ ആകുമ്പോഴേ കാറിനോട് ഇഷ്ടമുള്ളൂ. നമ്മൾ ഇങ്ങനെ ചെറിയ ചെറിയ സ്ഥലത്തേക്ക് പോകും, ചെറിയ ദൂരമുള്ളിടത്തേക്ക് നമ്മൾ ബൈക്കിൽ പോകുന്നതാണ് എനിക്കിഷ്ടം. അപ്പം ഞങ്ങൾ ബേപ്പൂർ ബീച്ച് ഒരുപാട് ബേപ്പൂർ ബീച്ച് ഒരുപാട് മാറി കേട്ടോ. ഒത്തിരി മാറ്റങ്ങൾ വരുത്തി. അപ്പോൾ ഞങ്ങൾ കുട്ടികൾക്ക് കളിക്കാൻ അത്രയും സ്പേസാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തി. ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുകയാണ്. അവരൊക്കെ കുഞ്ഞൂസൊക്കെ ഓടി കളിക്കുകയാണ് അതിൻ്റെ ഇടയിൽ പൈനാപ്പിൾ നമ്മളിവിടെ വന്ന് നമ്മൾ മിസ് ചെയ്യുക, ബീച്ചിൽ വന്ന് നമ്മൾ മിസ് ചെയ്യാത്ത കാര്യങ്ങൾ. ഈ ഉപ്പിലിട്ട ഐറ്റംസ് മാങ്ങ ഉണ്ടാവും, പേരയ്ക്ക ഉണ്ടാവും, നെല്ലിക്ക ഉണ്ടാവും, പിന്നെ നമ്മുടെ ക്യാരറ്റ് ഉണ്ടാവും, കപ്പളങ്ങ ഉണ്ടാവും, പിന്നെ ചൗച്ചൗ ഉണ്ടാവും. അങ്ങനെ എന്തിനൊക്കെ ഉപ്പിലിടാൻ പറ്റുമോ, എന്തൊക്കെ ഉപ്പിലിടാൻ പറ്റുമോ അതൊക്കെ ഉപ്പിലിടാം. ഞാനും ഒരു പൈനാപ്പിൾ വാങ്ങിച്ചു. ഒന്നാമത് ഞാൻ പറയില്ലേ, ഈ മഞ്ഞപ്പിത്തമൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അധികം ഈ ഉപ്പിലിട്ടൊക്കെ തിന്നാനൊരു പേടിയാണുണ്ട്. വരുമ്പോൾ ഒരു കൊതിക്ക് വേണ്ടി നമ്മളൊരു പൈനാപ്പിൾ കഴിച്ചു. അത് കഴിഞ്ഞ് ചേട്ടായും പിള്ളേരുടെ കൂടെ ഭയങ്കര കളിയായിട്ടോ. ചേട്ടൻ എന്തോ ഉണ്ടാക്കുവാണ്. ഈ ഗണപതിനെയാണെന്ന് പറഞ്ഞത്. ഇനി അവസാനം അത് എന്താവും ദൈവത്തിനറിയാം. അങ്ങനെ പിള്ളേരും ചേട്ടായൊക്കെ കൂടെ ഭയങ്കര കളിയാണ് മണ്ണിൽ. അപ്പോൾ ഞാനത് കണ്ടിങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ. സാധാരണ പിള്ളേരായിരിക്കും എപ്പോഴും കളിക്കുക. ഇന്നിപ്പോൾ ചേട്ടായും കൂടാന്ന് പറഞ്ഞിട്ട് അവരുടെ കൂടിയേക്കാണ്. ചാച്ചനും അമ്മയും അപ്പുറത്ത് സൈഡിൽ ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ സന്തോഷമുള്ള നിമിഷങ്ങൾ എന്നൊക്കെ പറയില്ല, അതാണ് ഇതൊക്കെ. മക്കളുടെ കൂടെ ആയാലും എല്ലാവരുടെ കൂടെ ആയാലും ഓണം എന്ന് പറയുമ്പോൾ നമുക്ക് ഇമോഷണലാണ് എപ്പോഴും. ഓരോ വർഷവും അതിലെന്തെങ്കിലും, ഇന്നത്തെ ഈ വർഷത്തെ ഓണം പോലെ ആയിരിക്കില്ല അടുത്ത വർഷം, എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ചസ് ഉണ്ടാവും. അതേപോലെ എല്ലാ തവണയുള്ള ചേഞ്ചസ് ഇത്തവണയും ഉണ്ടായിരുന്നു. പക്ഷേ എന്താണെന്ന് വെച്ചാൽ എനിക്കെൻ്റെ വീട്ടിൽ പോകാൻ പറ്റിയില്ല, എനിക്ക് ആരെയും കാണാൻ പറ്റിയില്ല എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ. പക്ഷെ അതൊരു വിഷമമായിട്ടല്ല, നമുക്ക് ഇനിയും കാണാമല്ലോ. ഇന്നൊരു ദിവസമല്ലല്ലോ, ഈ ഒരു ദിവസം കടന്നു പോകും അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു ദിവസമായി. ഞങ്ങൾ പുറത്തും പോയി ആസ്വദിച്ച് അവിടെ എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് നിൽക്കുക എന്നുള്ളതൊരു വലിയ ഭാഗ്യമല്ലേ. അപ്പോൾ അങ്ങനെ കുട്ടൂസൊക്കെ ഭയങ്കര മണ്ണിൽ കളിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഓണമൊക്കെ എങ്ങനെയാണ്, ഇതുപോലെയൊക്കെ തന്നെയാണോ? എല്ലാവരും ഓണവും ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഇടയിലൊരു വിഷമം എന്ന് പറഞ്ഞാൽ നമ്മുടെ വയനാട് ദുരന്തവും ആ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമ്മൾ എല്ലാം മറക്കണമല്ലോ, നമ്മളെല്ലാം മറക്കാനല്ലേ മനുഷ്യന് ഓരോ ദൈവം ഓരോ കഴിവ് കൊടുത്തേക്കുന്നത്, അതുകൊണ്ടാണല്ലോ. അപ്പം പിന്നെ കുട്ടൂസ് ചേട്ടൻ്റെ കൂടെ കളിയൊക്കെ വിട്ട് വേറെ ആരുടെയൊക്കെ കൂടെ പോയി കളിയൊക്കെയായിട്ട് അവസാനം കുറേ നേരം ഞങ്ങൾ ബീച്ചിലിരുന്നു. കുറേ റിലാക്സേഷനാണ്. എനിക്ക് ബീച്ചിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അവിടെ കുറേ നേരം ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. രാത്രി പോകാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അവിടെ ഇരിക്കാനും ഈ പകലൊക്കെ മുമ്പ് ആ വെയിലും വണ്ടികളുടെ സൗണ്ടും അതും ഇതും ഒക്കെ ആയിട്ട് ഭയങ്കര ഡിസ്റ്റർബൻസാണ്. ഇതാകുമ്പോൾ നമുക്ക് ഭയങ്കര റിലാക്സേഷനാണ്. നൈറ്റ് നൈറ്റ് ട്രാവലിംഗ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അങ്ങനെ ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങി. അതിൻ്റെ ഇടയിൽ കുഞ്ഞൂസിനും ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു. എനിക്കൊരു കോഫി വേണമെന്ന് പറഞ്ഞു. ഞാനൊരു കോഫി മാത്രം കുടിച്ചു. ബാക്കി എല്ലാവരും ഐസ്ക്രീം. അമ്മ ഒന്നും കഴിച്ചില്ല. ബാക്കി എല്ലാവരും ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഞങ്ങളുടെ ഫോട്ടോസ് എടുത്തു. പിന്നെ ആ ഫോട്ടോ ആണിത്. പിന്നെ ഞങ്ങൾ ലാസ്റ്റ് ഐസ്ക്രീം കഴിച്ച് ഞങ്ങൾ ഇറങ്ങി. ഭക്ഷണമൊക്കെ വീട്ടിലിരിക്കണം, അതുകൊണ്ട് ഞങ്ങൾ പുറത്തുനിന്നൊന്നും കഴിക്കണ്ടെന്ന് വിചാരിച്ച് ഞങ്ങൾ ഞാനൊരു ഗ്ലാസ് കോഫിയും കുടിച്ച് ഐസ്ക്രീമും കഴിച്ച് അങ്ങനെ ഇറങ്ങി. കുഞ്ഞൂസിനെയും ഓരോരോ പിക്സ് എടുത്തോട്ട് ഞങ്ങൾ അവിടെ വെച്ച് ഒരുമിച്ച് നിർത്തി ഫോട്ടോ എടുക്കാൻ ഒരിക്കലും എനിക്കൊന്നും കഴിയാറില്ല. രണ്ടുപേരെ ഇങ്ങനെ സെപ്പറേറ്റ് നിർത്തി ഫോട്ടോ എടുക്കാൻ പറ്റില്ല. കാരണം ആരും നിന്ന് തരില്ല, സ്വാഭാവികമാണല്ലോ, എല്ലായിടത്തും ഉള്ളതാണ്. പിടിച്ച് നിർത്തി കരയിപ്പിച്ചെടുക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും ആവട്ടെ എന്ന് കരുതി. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ തിരുവോണം ഇതിനെ ഇങ്ങനെയായിരുന്നു. എല്ലാവർക്കും